വാണിജ്യ പാചകവാതക വിതരണം നിലച്ചതോടെ അടച്ചുപൂട്ടലിന്റെ വക്കിൽ ഹോട്ടലുകൾ. പൂർണ്ണമായും അടയ്ക്കുന്നത് ഒഴിവാക്കാൻ പല ഹോട്ടലുകളും സമയം ക്രമീകരിക്കാൻ തുടങ്ങി. കേന്ദ്രത്തിന്റെ പിടിപ്പുകേടാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയത്. കൂടാതെ പാചകവാതകത്തിന് വിലയും വർദ്ധിപ്പിച്ചു. നഗരത്തിലെ പല ഹോട്ടലുകളും വൈകിട്ടത്തെ ഭക്ഷണം പൂർണ്ണമായും ഒഴിവാക്കി. ഇവ ഉച്ചഭക്ഷണത്തിന് ശേഷം അടയ്ക്കുകയാണ്. സമയക്രമീകരണം പാചകവാതക പ്രതിസന്ധിക്ക് പരിഹാരമല്ല, മറിച്ച് പരമാവധി പിടിച്ചു നിൽക്കാനുള്ള ശ്രമമാണെന്നാണ് ഹോട്ടൽ ഉടമകൾ പറയുന്നത്. സമയം ക്രമീകരിക്കുന്നതോടെ വലിയ നഷ്ടമാണ് ഹോട്ടലുകൾക്ക് ഉണ്ടാകുന്നത്. വരുമാനത്തിൽ വലിയ ഇടിവുണ്ടാകും. എന്നാൽ തൊഴിലാളികൾക്ക് നിലവിൽ നൽകുന്ന കൂലി നൽകുകയും വേണം. അതേസമയം പൂർണ്ണമായും അടച്ചിടുന്നതിലും നല്ലത് നഷ്ടം സഹിച്ച് മുന്നോട്ടു പോകുകയാണെന്ന നിലപാടിലാണ് ഹോട്ടൽ ഉടമകൾ. ശുചീകരണവും വിളമ്പലും അടക്കമുള്ള ജോലികൾ ചെയ്യുന്നവർ കൂടുതലും ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. ഹോട്ടൽ പൂട്ടിയാൽ ഇവർ തിരിച്ച് നാടുകളിലേക്ക് പോകും. പിന്നീട് തുറക്കുന്ന ഘട്ടത്തിൽ തൊഴിലാളികളെ കിട്ടില്ലെന്ന ആശങ്കയുമുണ്ട്. ഭൂരിപക്ഷം ഹോട്ടലുകളും വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. അടച്ചിട്ടാലും വാടക നൽകേണ്ടത് സാമ്പത്തിക പ്രതിസന്ധി വർദ്ധിപ്പിക്കും.